സോ ഈ എൻട്രി നമുക്ക് ആദ്യത്തെ എടുത്ത എൻട്രിയാണ്. ആൻഡ് ഓൾറെഡി ഫസ്റ്റ് ടി പി ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഫൈനൽ ടി പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അവർ സ്ക്രീൻഷോട്ട്സ് ഒക്കെ നമുക്ക് അയച്ചു തന്നിരുന്നു. എക്സാക്ട്ലി ഈ കാണുന്ന ഒരു 4115 വരെ പ്രൈസ് പോകാൻ ഹൈ ചാൻസ് ആണുള്ള ഒരു 70-80% പ്രൈസ് ആ ഒരു ലെവലിലേക്ക് പോകും. ഗോൾഡ് പോലെ തന്നെ ഒരു മേജർ മൂവ്മെൻറ്റ്സ് ഒന്നും നമുക്കിവിടെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് യൂറോ യൂഎസ്ഡിയിൽ ഒരു ബൈ തന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യു ആർ ഫോറക്സ് മെൻറ്റർ. സോ ലാസ്റ്റ് ഡേയ്സ് നമ്മളൊരു ബൈയിങ് വ്യൂ ആണ് തന്നതല്ലേ. പക്ഷേ ആ ഒരു ബൈ ഏരിയ ഫെയിൽ ചെയ്തതിന് ശേഷം ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് ഡേയ്സ് നമ്മൾ ഈ ഒരു ഡിമാൻഡ് ഏരിയ ആയിരുന്നു ഒരു ബൈയിങ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. ആൻഡ് ഓൾറെഡി നമ്മൾ ആ അനലൈസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്ന് റിയാക്ഷൻ കിട്ടിയൊരു പ്രോപ്പർ സെറ്റപ്പ് കിട്ടിയാൽ മാത്രമാണ് ബൈ നോക്കുക. അല്ല ഇത് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെല്ലിലേക്ക് ചേഞ്ച് ആവും എന്നും കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലത്ത് ഏഷ്യൻ മാർക്കറ്റിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡ്രോപ്പ് ഇവിടേക്ക് ഉണ്ടായി. അതിനുശേഷം ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷമുള്ളൊരു കൺഫർമേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ എൻട്രി നമുക്ക് ആദ്യത്തെ എടുത്ത എൻട്രിയാണ്. ആൻഡ് ഓൾറെഡി ഫസ്റ്റ് ടി പി ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഫൈനൽ ടി പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ ഈ ട്രേഡ് നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാലത്ത് തന്നെ ഈ ഒരു ട്രേഡ് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ബൈ നൗ SL TP1 TP2 നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ TP1 ഹിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അവരുടെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ നമുക്ക് അയച്ചു തന്നിരുന്നു. സോ സ്റ്റിൽ ബാലൻസ് ടാർഗറ്റ് പെൻഡിങ് ആണ്. സോ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ കാണുന്നൊരു 4100 ലെവൽ വരെ പ്രൈസ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ ഇനി കിട്ടുന്ന ഓരോ അവസരങ്ങളിലും ബൈ ഓപ്പർച്യൂണിറ്റി നോക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇത് എവിടം വരെ പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഈ കാണുന്ന ഒരു 4115 വരെ പ്രൈസ് പോകാൻ ഹൈ ചാൻസ് ആണുള്ള ഒരു 70-80% പ്രൈസ് ആ ഒരു ലെവലിലേക്ക് പോകും. വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ബൈ കൺഫർമേഷനാണ് കിട്ടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബൈയിലേക്ക് പോകാം. ആൻഡ് സെല്ലെടുക്കുന്നത് കുറച്ച് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം സെല്ലിലേക്ക് കിട്ടുന്നൊരു റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം അത് ഫെയിൽ ചെയ്ത് ബൈയിലേക്ക് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഗോൾഡിലെ ഇന്നത്തെ വ്യൂ. നമുക്ക് ഇനി യൂറോ യൂഎസ്ഡി ചാർട്ട് നോക്കാം. ഓക്കെ, യൂറോ യൂഎസ്ഡി ചാർട്ട് നമ്മൾ ഓൾറെഡി ഒരു ന്യൂട്രൽ വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി അല്ലേ. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ കിട്ടി കഴിഞ്ഞാൽ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രൈസ് ഈ കാണുന്നൊരു സപ്ലൈ ഏരിയയിലേക്ക് വന്നു. ആൻഡ് ആ സപ്ലൈന്ന് എഗെയിൻ ഒരു സപ്ലൈ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്നുള്ള റിയാക്ഷൻസ് ആണ് കാണുന്നത്. ഗോൾഡ് പോലെ തന്നെ ഒരു മേജർ മൂവ്മെൻറ്റ്സ് ഒന്നും നമുക്കിവിടെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് യൂറോ യൂഎസ്ഡിയിൽ ഒരു ബൈ തന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഇനിയും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈയിലേക്ക് തന്നെ പോവാം. ഈ കാണുന്ന ഏരിയ വരെ നിങ്ങൾക്ക് എന്താ TP വെക്കാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ഏരിയയിൽ നിന്നൊക്കെ ഒരു സെൽ റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സെൽ സൈഡിലേക്ക് തന്നെ പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലൊരു സെൽ സെറ്റപ്പാണ് കിട്ടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ബൈ ഓപ്പർച്യൂണിറ്റി മാത്രം ഫോക്കസ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ ഓൺ ഗോൾഡ് ആൻഡ് യൂറോ USD. സോ ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.